ഇതാണ് ദേവകൃഷ്ണയുടെ തലച്ചോറ്. ഏതാ ഇത്? മനസ്സിലായ? ഇന്ന് വരെ ലഹരി പദാർത്ഥങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കാത്ത ദേവകൃഷ്ണയുടെ തലച്ചോറ്. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ കൂട്ടുകാരൻ്റെ നിർബന്ധത്തിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രലോഭനത്തിലോ നിർബന്ധത്തിനോ ഏതോ രീതിയിൽ ഒരു ലഹരിക്ക് അദ്ദേഹം വഴങ്ങി. എന്തു ചെയ്യും? മനസ്സിലായ? നമ്മളുണ്ടാക്കിയ മുഴുവൻ, രാജ്യം നേടിയ മുഴുവൻ വികസനമാവട്ടെ, ആരോഗ്യപരമാവട്ടെ, സാമ്പത്തികമാവട്ടെ, സാമൂഹികമാവട്ടെ, എല്ലാ വിപത്തുകളെ, എല്ലാ നന്മകളെയും കാർന്നു തിന്നുന്ന വലിയൊരു വിപത്താണ് ഏത്? ലഹരി വസ്തുക്കൾ. ആ ലഹരി വസ്തുക്കള് ഇതാണ് നമ്മുടെ തലച്ചോറ് ദേവകൃഷ്ണയുടെ. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ഇവിടെയാണ് നമ്മുടെ തലച്ചോറിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് പഠനവുമായി ബന്ധപ്പെട്ട സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ, പ്രായോഗിക നന്മകൾ എല്ലാതും എവിടെയാ? ഇദ്ദേഹത്തിന്റെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചാണ്. ഒരു സുപ്രഭാതത്തിൽ ലഹരിക്കോ അറിഞ്ഞോ അറിയാതെയോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉണർവിന് വേണ്ടി, കൃത്രിമ ഉത്തേജനത്തിന് വേണ്ടി നമ്മൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? ഇത് കണ്ടില്ല? ഇതാണ് ഇദ്ദേഹത്തിന്റെ തലച്ചോറ്. ഒരു സുപ്രഭാതത്തിൽ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിലെ കോടാനുകോടി ന്യൂറോണുകൾ തകർന്ന് തരിപ്പണമാകുന്നു. മനസ്സിലായ? അപ്പൊ ഇതെന്തായി? ഇത് പ്ലെയിൻ അല്ലേ? ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വേളയിൽ നമ്മുടെ എന്തുണ്ടായി? ചുരുട്ടിയ നിവൃത്തിയ ഉണ്ടാ ഇതേപോലെയായി. ആര്? കുഞ്ഞുമക്കൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ. ഇതെങ്ങനെയാണ് നിവൃത്തുക? നിവൃത്താൻ പറ്റുമോ? നിവൃത്താൻ പറ്റില്ലേ? എങ്ങനെ നിവൃത്താൻ പറ്റും? കുസൃതിച്ചോ ചോദിച്ചത്. എങ്ങനെ നിർത്താൻ പറ്റും? അറിയില്ല. എങ്ങനെ നിർത്താൻ പറ്റും? നിർത്താൻ പറ്റില്ലേ? നിർത്താൻ പറ്റില്ലേ? പറ്റില്ലേ? എങ്ങനെ പറ്റും? തേക്കണം. എന്താ പേര്? എന്താ എഴുന്നേറ്റേ? വൈഷ്ണവി. നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോ അയൺ ചെയ്താൽ ഒരു പരിധി വരെ പറ്റും അല്ലേ? പരിപൂർണമായി പറ്റുമോ? പറ്റില്ല. അപ്പോ തേപ്പട്ടിക്ക് കൂടുതൽ ചൂടുണ്ടെങ്കിലോ ഏത് കരിയും? പേപ്പറല്ല, തലച്ചോറ് അല്ലേ? അപ്പോ ഒരിക്കൂ ഇതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറിലെ പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോശങ്ങൾ കത്തിനശിച്ചതുകൊണ്ടാണ് ഒരുപാട് യുവാക്കള് ഇന്ന് ലഹരിക്ക് ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനത്തിലേക്കും, ആവർത്തനം അടിമത്തത്തിലേക്കും, അടിമത്തം അന്ത്യത്തിലേക്കും പോകുന്ന മാരകമായ രാസലഹരിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഇടവരാതിരിക്കുക.